നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുന്നു. താരിക്കണ്ണനുണ്ട്, വാപ്പുണ്ട്, ഉമ്മണ്ട്, ഷായിത്തണ്ട്, മിർസാനുണ്ട്, ഒല്ലിയുണ്ട്. Say hi. So, Oli, what are your expectations about this trip? We will be together. Will be funny time. We will play games. We will talk. We will sleep. We will eat. We will be happy. Yay! നമ്മൾ വളരെ കുറെ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ട്രിപ്പൊക്കെ അവിടെ പോകുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഒരു ഹാപ്പിയാണ്. സച്ചു വന്നിട്ടുണ്ട്. ഹായ് പറഞ്ഞോ. പോയില്ലേ അന്തർനഗർത്ത് ഷിസ കയറിയിട്ടുണ്ട്. ഷെബിനാൻറ്റി വന്നു. സിനാനൊരു ഹായ് യൂട്യൂബില്. നമ്മൾ ഊട്ടിയിലോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മളപ്പോ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. സ്പെഷ്യൽ ഗസ്റ്റ് ഈസ് ഫ്രം സ്ലോവാക്യ. പിന്നെ നമ്മുടെ ഒത്തക്കൊമ്പൻ ഫാമിലിയാണ്. പാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഷെബിനാൻറ്റി ഉണ്ട്, സൗജമ്മ ഒരു ഹായ്, ഷാഹിനുണ്ട്, മിർസാൻ ഉറങ്ങാണ്. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മള് ഡ്രൈവർ അങ്കിളുണ്ട്. ഡ്രൈവർ അങ്കിൾ ഭയങ്കര ഫോക്കസ് ചെയ്യാണ്. നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ഷെബിനാൻറ്റി? ഊട്ടിക്ക്. ഉപ്മാവാണ് ഉണ്ടാക്കി. ഷെബിനാൻറ്റി ഉണ്ടാക്കി തന്ന ഉപ്മാവാണ്. നമ്മള് വണ്ടി നിർത്തിയിട്ട് ഫുഡ് കഴിക്കാണ്. നമുക്ക് ഇവിടെ ഒരു ടെന്റ് പോലെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇവിടെയാണ് ഫുഡ് കഴിക്കണേ. ഉപ്മാവ് ഇഷ്ടമാണ് നിങ്ങൾക്കൊക്കെ? അവിടെ നിന്ന് കഴിച്ചൂടെ? ഈ ഒരു ഊട്ടി ട്രിപ്പിനെ കുറിച്ച് അയ്യോ എന്താ സിനാനി ഒരു ഊട്ടി ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത്? ആ പറഞ്ഞോ, എന്താണ് എന്താ പ്രതീക്ഷിക്കുന്നത്? ആ ശരി, എന്താണ് റിച്ച്, എന്താണ് ഈ ഒരു ട്രിപ്പില് ഒരു പ്രതീക്ഷിക്കുന്നത്? മസനഗുഡി വഴി പോവാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ മസനഗുഡി ഡ്രൈവറിനെ ചോദിക്കാം, നമ്മള് മസനഗുഡി വഴിയാണോ ഊട്ടിയിലോട്ട് പോകുന്നത്? മസനഗുഡി പോവില്ല, മസനഗുഡി അല്ല പോണത്, പറ്റിച്ചത് വേറെ വഴിയാണ്. എന്റെ ആന്റീസ് ആണ്. ഷിസ പറയും എന്താണ് മസനഗുഡി വഴിയല്ല പോണത്, അതല്ലാണ്ട് വേറെ എന്ത് ഒരു എക്സ്പെക്ടേഷൻ ആണുള്ളത് ട്രിപ്പിനെ കുറിച്ച്? എന്തെങ്കിലും ഏത് വഴിയാണ് നമ്മൾ പോണത്? മേട്ടിപ്പാളയം. നിങ്ങളുടെ പേര് പറയോ? മൻസൂർ. എത്ര വർഷമായി സർ ഇതില്?
25 വർഷം ഊട്ടി. സ്പോട്ടൊക്കെ അറിയോ ഊട്ടിത്തെ? അപ്പൊ നിങ്ങൾ ഡെയിലി ഇങ്ങനെ സെയിം സ്പോട്ടിൽ തന്നെ പോകുമ്പോ ബോറടിക്കൂലേ? ജോലിയല്ലേ? അവിടെ മൻസൂറിക്കാണത്. ഈ ട്രിപ്പിനെ കുറിച്ച് എന്താണ് ഒരു എക്സ്പെക്ടേഷൻ? ശരി, അത് വിടി. ഒരു 2.5-3 വയസ്സുള്ളൊരു മകനെയും കൊണ്ട് ഒരു ട്രിപ്പ് പോകുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കേണ്ടി വരുന്നത്? പറഞ്ഞോളൂ. വളരെ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ശരിക്കൊന്നും ഇരിക്കാൻ പറ്റില്ല. പിന്നെ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് ചെയ്യണം. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഇല്ല. കണ്ട, ഇവര് ഭക്ഷണം കഴിക്കാതെ നമ്മളെ എല്ലാ കുട്ടികൾക്ക് ഫുൾ പ്രയോറിറ്റി. പിന്നെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? കാട്ടുതേൻ ഗായ്സ്, ഇതാണ് കാട്ടുതേന്. അണ്ണ ഇത് എവ്വളോ രൂപ? This is honey. ഇത് നിങ്ങളുടെ എത്രാമത്തെ ഊട്ടി ട്രിപ്പാണ്? രണ്ടാമത്തെയാ? എന്താണ് ട്രിപ്പിനെ കുറിച്ച് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഇപ്രാവശ്യം പോയിട്ട് വന്നത് പിന്നെ പ്രതീക്ഷയില്ല. പറഞ്ഞോ എന്ത് പണിയും പറയാ. തുടങ്ങിയോ എന്റെ ബസ്സിനെകൂടി വഴി ഊട്ടി? മേട്ടുപ്പാളയം വഴിയാണ് നമ്മള് ഊട്ടിക്ക് പോണത്. അങ്ങനെയാണ് മനസ്സിലാണെന്ന് പറഞ്ഞത്. അപ്പൊ എങ്ങനെ പോകുന്നു ഈ ഒരു ഊട്ടി ട്രിപ്പ്? ഞങ്ങൾ അടിപൊളിയായിട്ട് പോയിട്ട് വരാമെന്ന് ഇൻഷാ അല്ലാ ഞങ്ങൾ വിചാരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ മേട്ടുപ്പാളയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾ ഇൻഷാ അല്ലാ ഒരു 1 മണി 1:30 മണിക്ക് ഊട്ടിയെത്തും. പോയിട്ട് നമ്മൾ അടിപൊളിച്ചാക്കിയിട്ട് ഈ ട്രിപ്പ് വെരി സൂപ്പർ ആക്കാനുള്ള പരിപാടിയിലാണ്. കുറച്ചും കൂടി അതിൽ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, പിന്നെ ഈ ട്രിപ്പിനെ കുറിച്ച് എന്തെങ്കിലും പ്രതീക്ഷകളുണ്ടോ? എക്സ്പെക്ടേഷൻ? എല്ലാവർക്കും ഹാപ്പി വേണം. അപ്പൊ ഫാമിലി ടച്ചാണ് എല്ലാം. എല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ അതിന് എല്ലാവർക്കും ഒരു ആഗ്രഹങ്ങളും അത് പലതും ഉണ്ടാവും. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ അങ്ങനെ പോയി സെറ്റായിട്ട് ഞങ്ങൾ അത് തീർക്കും. എത്രാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ഊട്ടിക്ക് പോണത്? ഞാൻ പോവുകയാണെങ്കിൽ ഒരു 10-55 പ്രാവശ്യം ഉണ്ടാവും. 55 പ്രാവശ്യം? വാപ്പാത്തിന് ട്രോള് വരൂട്ടാ. വന്നോട്ടെ. 55 പ്രാവശ്യം? ഇത് 56ാമത്തെ പ്രാവശ്യമാണിത്. നിങ്ങൾ എത്ര വട്ടം പോയിട്ടുണ്ട്? 200? അവര് 25 വർഷമായിട്ട് ട്രിപ്പ്. പിന്നെ കപ്പിളായിട്ട് നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. പാലക്കാട്, തോട്ടിങ്കല്, പുതുനഗരം അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ മൈസൂരൊക്കെ പോയിട്ടുണ്ട്. ഊട്ടിക്ക് പോയിട്ടില്ല. ഞങ്ങൾ കല്യാണം കഴിച്ച ശേഷം ഊട്ടിയിൽ ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ വൈഫിന് തണുപ്പ് പറ്റില്ല, അവർക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അത് ഒഴിവാക്കി. ഞങ്ങൾ മൈസൂർ, കൊടൈക്കനാൽ അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ പോയി ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഊട്ടിക്ക് സോറി കേട്ടോ, ഊട്ടിക്ക് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാൻ വൈഫ് ഇതേപോലെ ഒരു ഗ്യാങ് ഒരു പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ട്. സോറി, എനിക്ക് മിസ്സിംഗ് ആയതാണ്. മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹെയർ പിൻ ബെൻഡ് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നേച്ചർ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഷിസാനെ നിങ്ങൾക്ക് കാണാം. നമ്മളിപ്പോൾ ഊട്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടെ എത്തി? ബെർലിയാറാണ്. നമ്മൾ ഊട്ടി കയറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മുടെ മൻസൂറെണ്ണം പറഞ്ഞിട്ടുള്ളത്. എന്താല്ലേ പാലക്കാട് അറ്റത്ത് ഏതോ ഒരു ബ്രിഡ്ജിലൂടെ പോവാണ്. ഈ ബ്രിഡ്ജിൽ അറ്റ് എ ടൈം 2 വെഹിക്കിള് പോയിട്ടില്ല. സൈഡായി കൊടുക്കണം. നിങ്ങക്ക് കൊരങ്ങനെ കാണാം. നിന്നെ പിടിക്കട്ടപ്പോ സച്ചോ. നമ്മളിപ്പോൾ ഊട്ടി എത്താനായി. നമ്മളിപ്പോൾ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കൂടൂരിലാണുള്ളത്. ഒരു ടോയ് ട്രെയിൻ ട്രാക്ക് കാണാം. നമ്മൾ ടൗൺ എത്തി. നിങ്ങൾക്ക് അവിടെ കുറേ ബിൽഡിങ്സും വീടുകളൊക്കെ കാണാൻ പറ്റും.
ടോയ് ട്രെയിൻ ആണ്, പ്രോപ്പർ അല്ല. പോലെ ബാക്കിക്കാൻ പോണത് ടോയ് ട്രെയിൻ ആണ്. നമുക്ക് ഊട്ടി മൊത്തമായിട്ട് കാണാൻ പറ്റും. ഊട്ടി പുക ഇതൊക്കെ വരുന്നുണ്ട്. പാലക്കാടത്തെ ചൂടിന് എത്രയോ വേണ്ടില്ല. നല്ല രസമുണ്ടല്ലേ അത്? ആ ഒരു പര നല്ല രസമുണ്ടല്ലോ, വയലറ്റ് കളർ. കുറേ വയലറ്റ് ഉണ്ട്. പിന്നെ നിങ്ങക്ക് കാണാം, നല്ല രസമുണ്ടല്ലേ. ഇത് കൊറേ ഊട്ടിയിലോ ചെറുപ്പത്തിൽ വന്നാണ്. ഇവിടെയാണ് റൂം എടുത്തിട്ടുള്ളത്. ഇത് ഒല്ലി തന്ന ഷൂ ആണ്. ഇതാണ് നമ്മുടെ റൂം. നമുക്ക് ഈ ഒരു റൂമുണ്ട്. തണുപ്പൊരു മോഡറേറ്റ് തണുപ്പാണ്. ഒരു റൂം ഇതാണ്. ഒന്ന് ലൈറ്റ് ഇടോ ഷിസ. നമ്മുടെ റൂം ഗൈസ് വെളിവിടാൻ പറ്റിയ റൂമാണ്. ഞങ്ങൾ അടിച്ചു പൊളി. ഞങ്ങൾ ഫുൾ അടിച്ചു പൊളിക്കും. ഞാൻ പറ്റുന്ന ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ പകുതി വഴി ഉറങ്ങിപ്പോയി, എന്നാലും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. റിച്ചു എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? ഇവിടുത്തെ ക്ലൈമറ്റ് പറയും. ക്ലൈമറ്റ് പാലക്കാട് ചൂട് സഹിക്കുന്നവർക്ക് ഇവിടെ വന്ന് താമസിക്കാനുള്ളതാണ്. അത്രയ്ക്ക് തണുപ്പാണ്. ചുമരും നിലവും ഇവിടെ നമുക്ക് ആ ഒരു പാലക്കാടിന്റെ ചൂടിൽ നമുക്ക് നല്ലൊരു എസ്കേപ്പ് ആണ്. ഒരു ജായ് ചൂടാണ് പാലക്കാട്. വെയിലുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ട്. അത് ശരിയാണ്, നല്ല വെയിൽ. ഇതാണ് ബാത്റൂം എന്ന് പറയുന്ന സൗകര്യം. സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ. ബാത്റൂമില് സ്പേസ് ഉണ്ട്. ഇവിടെ അവിടെ ഒരു റൂം, ഇവിടെ ഒരു റൂം. പിന്നെ ഈ റൂം ഞാൻ കാണിക്കാൻ മറന്നുപോയതാണ്. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. ബാത്റൂം എല്ലാവരും ഏകദേശം സെയിം ആണ്. നമ്മളിങ്ങനെ പുറത്തേക്ക് കടന്നാല് കാണുന്ന വ്യൂ ആണ് ഇത്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ജസ്റ്റ് ടച്ചിങ്. ഇപ്പൊ ഊട്ടിയിലോട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മളൊരു ചെറിയൊരു റിസോർട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ അതിന്റെ എത്ര രൂപ റിസോർട്ട്, നമ്മൾ എത്ര ആൾക്കാർ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നതായിരിക്കും. ഇനിയാണ് നമ്മൾ ഇനി ഓരോരോ സ്ഥലങ്ങൾക്ക് പോകാൻ പോകുന്നത്. ഇനി കുറെ വിശേഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്യാ. ഫുഡ് ഓൾറെഡി ഉണ്ടാക്കി നമുക്ക് അങ്ങനെ പൈസ ലാഭിക്കാം. അച്ചാറും നെയ്ച്ചോറും, പിന്നെ ഇത് നമ്മള് ബീഫ് കുഴമ്പ് നമ്മൾ ലുലുന്ന് മേടിച്ചാണ്. ടേസ്റ്റ് ഉണ്ടോ ഷംനാൻഡി ഫുഡ്? ഞാനല്ല വെച്ചത്, ഉമ്മ. ചെറുതായിട്ട് എന്റെ കൈയൊന്ന് മുറിഞ്ഞു. പേടിക്കൊന്നും വേണ്ട, പ്രശ്നമൊന്നുമില്ല. ഫുള്ള് റെഡിയായി. ഇപ്പൊ നമ്മള് ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാരും റെഡിയായി. ഇതൊരു യൂട്യൂബറാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഷംനാസ് ഓർഗാനിക് ബ്യൂട്ടി. ഓൾറെഡി ഓക്കെ, ഓൾറെഡി 80K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാനിവിടെ ID കൊടുക്കാം, ഇൻസ്റ്റ ID ഷംനാസ് ഓർഗാനിക്. ഇത് മിർസു ഹായ് പറയ്. Would you like to take video? ദോറവട്ടയിലാണ്. ദോടാവേട്ടയിലാണ്. ഈ സംഭവം എന്താ വെച്ചാല് നമുക്ക് മറ്റേ വാലിൽ പോകാൻ പറ്റില്ല. ജീപ്പിൽ തന്നെ പോണം. നമ്മള് മൊത്തം ഇങ്ങനെ തിരക്കി പോവാണ്. കുറച്ച് മാറി വെച്ചു. തീരെ നമ്മള് ഇത്രയും പേര് 80 രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇറങ്ങാണ്. നമ്മള് ആ ഒരു മലക്ക് പോകും. നമ്മള് പോവാണ്. കാണാം ടീ പാർക്ക്, നെഹ്റു പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, റോസ് ഗാർഡൻ. നമ്മള് എത്തിക്കൊണ്ടിരിക്കുക. ദൊഡ്ഡബേട്ട നല്ല രസമുണ്ട്. ഇവിടെ പൊരി തൊട്ട് എല്ലാ സ്വെറ്റർ ഉണ്ട്. എന്താ കേറി
അല്ല, നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ 10 രൂപ നമ്മൾ എൻട്രി ഫീസ് കൊടുക്കണം. നമ്മളിവിടെ എത്തി. നിന്നാൽ നമുക്ക് ഫുൾ ഊട്ടി ഇങ്ങനെ ഒരു വ്യൂ കിട്ടും. ഓക്കെ, ഫുൾ ഊട്ടീൻ്റെ വ്യൂ നമ്മൾ ഇത് അവിടെ നിന്നാൽ കിട്ടും. പീക്ക് വ്യൂ ആണ്. ഇത് സീന് വ്യൂ, സംഭവം സീനായിട്ടുണ്ട്. പിന്നെ ഇതിൽ കൂടെ ഇങ്ങനെ പോയി നോക്കാൻ തോന്നുന്നത് ആണ്. നല്ല തിരക്കുണ്ട്. നമുക്ക് അതിൻ്റെ അവിടെ നിന്ന് ടവർ കാണാം. ഇത് കയറാം. നമ്മൾ ടവർ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉള്ളത് ഈ ടവറിൻ്റെ ഉള്ളിൽ നിന്നാണ്. നമ്മൾ ഈ ടവറിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി. ടവറിൻ്റെ ഉള്ളിലുള്ള കുറേ വ്യൂസാണ് നമുക്ക് ഇവിടെ എല്ലാം കാണാം. ഓരോ ജനലിലും ഓരോ ആ സൈഡിലുള്ള വ്യൂസ് ഒക്കെ കാണാം. വേ ഔട്ട് ഇങ്ങനെയാണ് ഇറങ്ങേണ്ടത്. വെയിന് ആ വഴി കൂടെയാണ്. വേ ഔട്ട് ഇതിൽ കൂടെയാണ്. ഇതാണ് ഊട്ടി ട്രെയിൻ. ഊട്ടി ട്രെയിൻ, ടോയ് ട്രെയിൻ, നീൽഗിരിസ്. നമുക്കവിടെ പോകാൻ പറ്റിയിട്ടില്ല. പുറത്ത് പോവാം നമുക്ക്. സച്ച് എ ബ്യൂട്ടിഫുൾ സ്കൈ. നമ്മളിത് മേടിച്ച് 100 രൂപയാണ് ഒന്നിന് ഇവർ പറയണത്. നമ്മളൊരു 5 മേടിച്ചിട്ടുണ്ട്. കാടാമുട്ടയിൽ അവരെന്തോ ചെയ്യുന്നതാണ്. തിരിച്ചു പോവാണ്. നമ്മൾ കണ്ടു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വ്യൂ പോയിന്റ് ഒക്കെ. മിർസോ go go. No, it's not going. I will click another. No, it's going. മല കണ്ടു കഴിഞ്ഞ് ഇറങ്ങുകയാണ്. സൂര്യ നല്ല രസമുണ്ട് അല്ലേ? ಊಟಿ ಕುಳೂರಿಲ್ಲ, ಅದனால ಮ್ಯಾಕ್ಸಿಮಮ್ 7 மணிக்கு எல்லாமே എല്ലാ റൂമിലേക്ക് സെറ്റ് ഔട്ട് ആയിരുന്നു. അപ്പോൾ നമ്മൾ നിൽക്കുന്ന അവിടെ നിന്ന് ഒരു ലിറ്റർ വെള്ളത്തിന് 20 രൂപ, ഇത് 5 രൂപ. 5 രൂപ ലാഭമാണ്. 5 രൂപ ഇല്ലല്ലോ. ഞാൻ കുടിച്ചോണ്ടേയിരിക്കാം. ഉറപ്പല്ലേ വ്ളോഗില് വരും ഇത്. ഗായ്സ് 2 രൂപ ഇട്ടപ്പോ വെള്ളം വരുന്നുണ്ട്. കുപ്പി അടുത്ത കുപ്പി നമ്മളിത് കയ്യിൽ കെട്ടിട്ട് വേണം പോവാന്. എല്ലാരും കയ്യിലും ഇതുണ്ട്. പോകാൻ പോകുന്ന ഇവിടേക്കാണ്. ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്, ടീ ഫാക്ടറി ഉണ്ട്. ഈ ഒരു ബാഡ്ജ് ഇട്ടിട്ടുണ്ട്. 6 മണി വരെയാണ് സമയം. നമ്മൾ ഇതേ കൂടെയാണ് കയറി പോകേണ്ടത്. ഫാക്ടറിന്ന് മേലെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. താഴെ നമുക്ക് ഊട്ടി കാണാം. പിന്നെ അങ്ങനെ ഇവിടെ ഓരോരോ മിഷൻസ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഉള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല.
ആ കഴിഞ്ഞു. മിഷീൻ മാത്രം എന്ത് ചെയ്യാനാ? ചായ ചായപ്പൊടി ചായയൊക്കെ ടേസ്റ്റ് കൊടുക്കണ്ടേ? ചായ ടേസ്റ്റ് കൊടുക്കുന്നു. ഇതാണ് സാധനം. ആൾക്കാർ കാണുന്ന ചായപ്പൊടിയാണ്. ഇവിടെ എല്ലാവർക്കും ചായ കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട്. എല്ലാവരും ചായ കുടിക്കുകയാണ്. ചായ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. പൈസ വാങ്ങിട്ടാ ഗൈസ്, നമുക്ക് എല്ലാവർക്കും ഫ്രീ ചായ കിട്ടി. ടേസ്റ്റ് ഉണ്ടാ? What do you think about the Ooty tea? ടീ മേടിക്കണേ പല പല പൗഡർ ഉണ്ട്. ലെമൺ ടീ, ജിഞ്ചർ ടീ, മസാല ടീ, വൈറ്റ് ടീ, ബ്ലാക്ക് ടീ, സ്ട്രോങ് ടീ, ചോക്ലേറ്റ് ടീ, കാർഡമൻ ടീ. ടീ മേടിച്ചത് താങ്ക് യു. ജനറൽ ഷോപ്പിംഗ് ഉണ്ട്, അത് ഇറങ്ങിയതും. എന്താണ് ഊട്ടി വ്യൂ? ഇവിടെ ഒരു തലശ്ശേരി റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഫുഡ് കഴിക്കാൻ JJ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. ഉമ്മ വീട്ടില് പുട്ടും ബീഫ് കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത്. പൊറാട്ടയും പെപ്പർ ചിക്കനും കടായി ചിക്കനും പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ്. ഞാനും ഷിസിയും ഫ്രൈഡ് റൈസ് ഷെയർ ചെയ്യണം. ഇത് വേറൊരു യൂട്യൂബറാണ്. ഇതാണ് ഞാൻ കഴിക്കാൻ പോകുന്ന ഫ്രൈഡ് റൈസ്. ഗായ്സ്, നമ്മൾ മെമ്മറി കാർഡ് ഗെയിം കളിക്കുകയാണ് വിത്ത് ഒല്ലി. നമുക്ക് കളിക്കാം. കം ഓൺ. നമ്മുടെ കളി കഴിയാനായി. ഇതൊക്കെയാണ് നമുക്ക്. എവരിവൺ ഷോസ് ദിയർ കാർഡ്. ഓരോരുത്തർ സ്കോർ ചെയ്തിട്ടുണ്ട്. കളിക്കുകയാണ്. ഓ ഗോഡ്. നമ്മളിപ്പോൾ ഒരു തട്ടുകടയിൽ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയി. നമ്മളിനി വേറെ കുറച്ച് സ്പോർട്സ് ഒക്കെ കവർ ചെയ്യാൻ പോവാണ്. റോസ് ഗാർഡൻ എത്തിയിട്ടുണ്ട്. മിർസു ഹായ്. സോറി, റോസ് ഗാർഡൻ ആണ് ഉള്ളത്.
നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. ടിക്കറ്റ് ഉണ്ട്. റോസ് ഗാർഡനിൽ കയറിയതും കുറെ റോസും കാണാം. അവിടെ നമുക്ക് ഒരു വ്യൂ കിട്ടും. എന്താണ് ഇത് കേരളയുടെ ഇത് തമിഴ്നാടല്ലേ? ടീംസ് ഇറങ്ങി വരുന്നേ ഉള്ളൂ. എടുക്കൂ. റോസ് ഗാർഡനിലാണ് കുറേ വെറൈറ്റി റോസ് ഉണ്ട്. ഇത് ലെഗ് ഗ്ലോ ആണ്. പിന്നെ ലേഡി മറൈൻ ഉണ്ട്. നമുക്കിവിടെ ഇഷ്ടം പോലെ റോസസ് കാണാം. അവിടെയൊക്കെ റോസാണ്, ഫുൾ റോസ്. വി ആർ റോസസ് ഓൾസോ. നമ്മളും റോസാപ്പൂക്കളാണ് പറയുന്നത്. ഇത് കാണാം, അവിടെയൊക്കെ ഓ യെസ്, വൈറ്റ് റോസ്. ഇഷ്ടം പോലെ റോസാപ്പൂക്കൾ കാണാം. ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, നമുക്കത് വായിക്കാം. On the wild rose spray, the blackbird sing, oh rose of all the world, oh lovely thing. പിന്നെ ഇവിടെ ഒരു ഹോളുണ്ട്, നമുക്ക് നടന്നു നോക്കാം. ലാംഗ്വേജസ്, ദ ലാംഗ്വേജ് ഓഫ് റോസസ് വൺ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് സ്റ്റെപ്പല്ല, അതാണ് നമ്മുടെ റോസ് ഗാർഡൻ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഒരു ഹായ് പറഞ്ഞോ. നമുക്കിവിടെ ഫോട്ടോ ഇതാക്കി തരും. പിന്നെ ഇതിലാണ് നല്ല ഭംഗിയായിട്ട് പൂക്കൾ കാണാം. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇങ്ങനെ ഊട്ടി കാണാം. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. കുതിരയില് നമ്മളിപ്പോ ബോട്ട് ഹൗസിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ നല്ല തിരക്കുണ്ട്. ടിക്കറ്റ് എടുക്കാൻ നല്ല ക്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഉള്ളിൽ പോയിട്ട് നമ്മള് സ്പീഡ് ബോട്ടാണ് ഉദ്ദേശിച്ചത്. നമുക്ക് നോക്കാം. 20 രൂപ എൻട്രി ഫീസ്. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ എത്തി ടിക്കറ്റൊക്കെ കൊടുത്തോടെ ഇറങ്ങി. കുൽഫി മേടിച്ചു. സിനാൻ സിനാൻ നമ്മളിവിടെ കൊറേ നേരം, അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. ലോങ് ക്യൂ ഉണ്ട്. കോലെടുത്ത് വലിച്ചിരുന്നു. ഇതൊന്നും നല്ലതല്ല കേട്ടോ, ഡസ്റ്റ്ബിന്നിൽ ഇടണം. ഒല്ലിയുണ്ട്. മോട്ടോർ ബോട്ടിലാണ്. ബാക്കിൽ ഭയങ്കര സീനാ, നല്ല രസമുണ്ട് അല്ലേ? നമ്മള് തിരിയാണ് ഇവിടത്. അതാണല്ലേ മലന്റെ മേലൊരു ലേക്ക്. നിങ്ങൾ അവിടെ ടെന്റ് ഒക്കെ കാണുന്നുണ്ടോ? ഇങ്ങനെ ഇരിക്കണല്ലേ ശരിക്കും. നമ്മള് വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയാണ്. നമ്മളിങ്ങനെ ടെന്റ് ഒക്കെ കെട്ടി ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി മീനൊക്കെ പൊരിച്ചിരിക്കണം.
കൊറേ ഹൗസ് ബോട്ടുകൾ നിങ്ങൾക്ക് കാണാം. അമ്മേ ഇത് ചെരിഞ്ഞ് പിന്നെയും തിരിഞ്ഞോ. കഴിഞ്ഞു നമ്മള് പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഷിസ? ഞാൻ പറയില്ല. എങ്ങനെയുണ്ടായിരുന്നു? നമ്മള് കോണ് മേടിച്ച് പൊട്ടാറ്റോ. നമ്മളിപ്പുള്ളത് ഹലൻസ വീട്ടിലാണ്. ഇതാണ് മെനു. അവരെല്ലാരും മീൽസ് ആണ്. മീൽസിലുള്ളത് ചോറ്, സാമ്പാർ, പപ്പടം ഉണ്ട്, ക്യാബേജ്, രസം, മോര്, ചൂടുവെള്ളം ഒക്കെ ഉണ്ട്. പറഞ്ഞിട്ടുള്ളത് എഗ് ബിരിയാണിയാണ്. ബൊട്ടാനിക്കൽ ഗാർഡൻ നമ്മൾ എത്തി. ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിന്ന് ഇറങ്ങി നമ്മൾ വാനിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മൾ ഊട്ടിയിൽ നിന്ന് പോവാണ്. ഈവനിങ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോവാൻ പോവാണ്. നമ്മളുള്ളത് ഇവിടെയാണ്. അതിയാർ ആനന്ദ ഭവൻ സ്വീറ്റ്സ് ആൻഡ് സ്നാക്സ്. ഇതാണ് വലിയ മെനു. നമ്മള് രാത്രി ഫുഡ് കഴിക്കാൻ ഇവിടെയാണ് വന്നിട്ടുള്ളത്. പ്രത്യേകത പറഞ്ഞ ഇവിടെ എല്ലാം അങ്ങനെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ് ദോശ, എന്താണ് ഇഡ്ഡലി, എന്താണ് പൊങ്കൽ, എന്താണ് ഇടിയപ്പം, അങ്ങനെ എല്ലാം ഓരോ മെനു ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റോസ്റ്റ് വന്നിട്ടുണ്ട്. ഇതാണ് ഗീ പ്ലെയിൻ, ഇതാണ് ഗീ റോസ്റ്റ്. ചപ്പാത്തി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള പനീർ നൂഡിൽസ്,